ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ കേട്ടോ. അതാണ് ഇത്ര ഒരുങ്ങിയിട്ടൊക്കെ രാവിലെ ഒരുങ്ങി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നിരിക്കണേ. ഞാൻ വിചാരിച്ചു, ഇന്നലെ ഞാൻ ഷാമിയക്കോട് പറഞ്ഞു 2024 കഴിയാറായല്ലോ. അപ്പോൾ ഇങ്ങനെ വിചാരിച്ച് എന്തുകൊണ്ട് 2024 എന്തൊക്കെ സംഭവിച്ച് എന്തൊക്കെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ മൊത്തത്തിൽ എടുത്തേക്കാം. അത് നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് എത്രത്തോളം കണക്റ്റ് ആവും എന്നറിയില്ല, പക്ഷേ ഇക്കും നമ്മുടെ ഫാമിലിക്കൊക്കെ അത് പിന്നീട് അത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടായില്ലേ, അതൊരു റീക്ലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആയിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അത് എടുത്തേക്കാൻ വിചാരിച്ച്. അത് ആദ്യം പോയിട്ട് ഞാൻ എന്തൊക്കെ എടുത്തിട്ടുണ്ട്, അതായത് ഈ കൊല്ലത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് വീഡിയോ ഫോട്ടോസൊക്കെ ഒരു മിനിറ്റിന്റെ കുറച്ച് ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം പോയിട്ട് അതൊക്കെ കണ്ടിട്ട് വായോ. എന്നിട്ട് ഞാൻ 2024 എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി, എന്തൊക്കെ ഹാപ്പി മൂമെന്റ്സ് ഉണ്ടായി, എന്തൊക്കെ സാഡ് മൂമെന്റ്സ് ഉണ്ടായി എന്നൊക്കെ ഉള്ളത് വിശദമായിട്ടൊരു ഡോക്യുമെന്ററി പോലെ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ആദ്യം പോയിട്ട് അത് കണ്ടിട്ട് വായോ കേട്ടോ. കാരണം നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് മുമ്പ് എന്തൊക്കെ ഉണ്ടായിരുന്നാലും ആദ്യം നോട്ട് ചെയ്ത് വെക്കണമല്ലോ, അല്ലാണ്ട് ഇവിടെ വീഡിയോയുടെ മുമ്പിൽ വന്നിട്ട് അയ്യോ എന്നിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞങ്ങൾ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ ആലോചിക്കും കുറേ സംഭവങ്ങൾ ഉണ്ടായാലും ഇക്കൊല്ലം നല്ല രസമായിരുന്നില്ല ആലോചിക്കും. 2024 അടിപൊളി കൊല്ലം എടുത്തിട്ട് കുറേ നല്ല സംഭവങ്ങളുണ്ട്, കുറേ ഫാമിലി ഒരുമിച്ചുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ 2-3 സംഭവങ്ങളൊക്കെ ഒരു സങ്കടമായിട്ടുള്ള എന്നാലും കുറെ ഹാപ്പി മൂമെന്റ്സ് ആയിരുന്നു. ഇപ്പൊ 2024 ജനുവരി തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ കസിൻ്റെ കല്യാണമുണ്ട്. കസിൻ എന്ന് പറയുന്നത് അവളും ഞാനും ചെറുപ്പം മുതലേ ഭയങ്കര സെറ്റായിട്ട് അങ്ങനെ വളർന്ന ആൾക്കാരാണ്. അപ്പൊ അവള് കല്യാണം നമുക്ക് സ്പെഷ്യൽ ആണല്ലോ. പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ സ്പെഷ്യൽ ആവാൻ കാരണം അവള് കല്യാണം കഴിക്കുന്നത് എൻ്റെ മൂത്തുമാടെ മോനാണ്. അപ്പൊ അവനും ഞാനും ഇതുപോലെ തന്നെ ചെറുപ്പം മുതൽ നമ്മൾ കളിച്ചു വളർന്ന അങ്ങനെ ആൾക്കാരാണ്. ഇപ്പൊ ഇവർ രണ്ടാളും കൂടി കല്യാണം കഴിക്കുമ്പോൾ നമ്മളൊരു ഗ്യാങ് ഉണ്ട് ചെറുപ്പം മുതലുള്ള, അവരൊന്നും കൂടി ആ ഗ്യാങ് ഒന്നും കൂടി വലുതാവാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ പുറത്തുനിന്ന് പോലും ഒന്നുകൂടി വലുതായിട്ട് ഒന്നും കൂടി നമ്മൾ പോകേണ്ടത് കൂടുതലാവും ചെയ്യണേ. ഇപ്പൊ രണ്ടാളും കൂടി കല്യാണം കഴിക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇവന്റെ ഈ അജുവിന്റെ അനിയത്തിന്റെ കല്യാണം ഉണ്ടായിരുന്നു. അവളും ഞാൻ 3 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ താത്ത അങ്ങനത്തെ ബന്ധമൊന്നും ഉണ്ടല്ലോ, നമ്മൾ നല്ല കമ്പനിയൊക്കെയാണ്. അപ്പൊ മൊത്തത്തില് തുടങ്ങുമ്പോൾ തന്നെ ഒരു കല്യാണ വൈബ് ആയിരുന്നു. കല്യാണ വൈബ് എന്ന് പറയാനായിട്ട് കൂടുതല് നമ്മൾ കസിൻസ് ഒക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ ആണല്ലോ. കല്യാണമായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്, ഒട്ടുമിക്ക എല്ലാവർക്കും കൂടാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നുണ്ട്. കാരണം 3 ദിവസത്തെ പരിപാടി എനിക്ക്, അതുപോലെ കല്യാണം. അപ്പൊ നമ്മൾ മാക്സിമം അടിച്ചു പൊളിക്കാൻ പറ്റുന്നോളം അടിച്ചു പൊളിച്ചു. അപ്പൊ അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ കുറച്ചായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ജനുവരിയിൽ അടുത്തുണ്ടായ സംഭവം വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് ഷാമിയക്ക് ജഡ്ജിക്ക് ഒരാഴ്ചക്ക് വന്നിട്ട്. അപ്പൊ നമുക്ക് ഒരാഴ്ച ടൈമുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിച്ച എങ്ങനെയും 1 ഡേ ട്രിപ്പ് പോകുന്നത്. കാരണം ഇന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിരപ്പള്ളിക്ക് കസിൻസ് കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് സ്റ്റേക്ക് പോയിട്ടില്ല, അതിരപ്പള്ളി പോയി ജസ്റ്റ് കുറച്ച് സ്പെൻഡ് ചെയ്ത് വന്നു.
ഇപ്പൊ നമ്മൾ വിചാരിച്ചാൽ എന്തുകൂടെ സ്റ്റേ അടിക്കാൻ പോകുന്നത്. പക്ഷെ അജുവിന് ദിലുവിന് വരാൻ പറ്റില്ല. കാരണം കണ്ണൂരാണ് അനുവിന്റെ ചെക്കൻ്റെ പരിപാടി ഉണ്ടത്. അപ്പൊ അവർക്ക് അവിടേക്ക് പോകണല്ലോ. അപ്പൊ നമ്മള് ഈ ടൂർ പോയിട്ട് നേരെ അങ്ങനെ പോകാൻ പ്ലാൻ ആയിരുന്നു. അപ്പൊ നമ്മള് ഞാന് ജജ്ജു യൂനു ഷാമയൊക്കെ ചേരുന്നത് നമ്മൾ മാത്രമായിട്ട് കക്കാടംപൊയിൽ കോഴിക്കോട്. അയ്യോ അതും അടിപൊളിയായിരുന്നിട്ട്. കാരണം നമ്മള് കുറെ ആയിട്ട് സ്റ്റേ അടിച്ചിട്ടില്ലല്ലോ ഇതുവരെ. ഒരു 1 ഡേ സ്റ്റേ അടിച്ച് നൈസ് ആയിരുന്നിട്ട് നമ്മളെല്ലാരും കൂടിയിട്ട് ഒരു നല്ലൊരു വീട് പോലെ എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് സ്വിമ്മിംഗ് പൂളിൽ കളിച്ച് കുറച്ച് കറങ്ങാൻ പോയി ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ ജനുവരിയിൽ ഉണ്ടായത് എന്താ വെച്ചാൽ ഷെയ്മ പോടാട്ടി മുമ്പ് ഷെയ്മയുടെ കുട്ടിയുടെ കായുടെ 2ാമത്തെ ബർത്ത്ഡേ ഇരുന്ന്. അപ്പൊ നമ്മളത് എല്ലാരും കൂടിയിട്ട് ആഘോഷം. ഇത്താക്ക് വരാൻ പറ്റില്ല, കാരണം ഇത്ത പ്രസവിച്ച് എടുക്കുന്ന സമയമായിരുന്നല്ലോ. അപ്പൊ ഇത്താക്ക് വരാൻ പറ്റില്ല. അപ്പൊ ദീപ ഉണ്ടായിരുന്നില്ല, ദീപക്ക് എന്തോ ഡ്യൂട്ടിയും കാര്യങ്ങളായിട്ട് അവൾക്ക് വരാൻ പറ്റില്ല. നമ്മൾ കേക്കൊക്കെ മുറിച്ച്. പിന്നെ ഉണ്ടായത് എന്താ ചോദിച്ചാൽ ഷാമേക്കയുടെ അനിയത്തി ലണ്ടനിൽ പോയിട്ടാണ്. അപ്പൊ അതെന്താ ചോദിച്ചാൽ അവള് പോയി. അപ്പൊ നമ്മളെല്ലാരും കൂടി എയർപോർട്ടിലേക്കൊക്കെ കൊണ്ടാക്കാൻ പോയി. ഇനി അവിടെ 2 കൊല്ലം കഴിഞ്ഞിട്ട് കാണണം. അപ്പൊ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മൾ ഗൾഫ് പോലൊന്നുമില്ലല്ലോ. ഗൾഫിലായി നമ്മളിപ്പോ എല്ലാരും പിന്നെയും പോകുന്നുണ്ട്. പക്ഷെ ലണ്ടൻ പോലത്തെ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അങ്ങനെ ഉണ്ട്. പിന്നെ ഫെബ്രുവരിയിൽ സിധുവിന്റെ ബർത്ത്ഡേ ഉണ്ട്. അവിടെ നല്ല രസമാണ്. ജനുവരിയിൽ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ, ഫെബ്രുവരിയിൽ കുട്ടിയുടെ ബർത്ത്ഡേ, മാർച്ചിൽ കുട്ടിയുടെ ബർത്ത്ഡേ, ഡിസംബറിൽ കുട്ടിയുടെ ബർത്ത്ഡേ. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ അടുപ്പിച്ച് ബർത്ത്ഡേസാണ്. ഫെബ്രുവരിയിൽ അങ്ങനെ സിധുവിന്റെ ബർത്ത്ഡേ നമ്മള് ഇത്താടെ വീട്ടിലേക്ക് ഇത്ത പ്രസവിച്ചെടുക്കില്ല. അപ്പൊ അവിടെ പോയിട്ട് ആഘോഷിച്ചു. ഫെബ്രുവരിയിൽ ഭയങ്കര ഒരു ഹാപ്പി മൈൽ സ്റ്റോൺ ആയിരുന്നു. കാരണം ഐബു ആദ്യമായിട്ട് പിടിച്ച് നടന്നു തുടങ്ങിയിട്ടാ. പിടിക്കാണ്ടല്ല, പിടിച്ചിട്ട് ആദ്യമായിട്ട് നടന്നു തുടങ്ങി. അതിന്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്യാം. സ്പീഡ് കൂടുതൽ നടക്കാനേ മെല്ലെ നടന്നാ മതി. എന്തിനാണ് മാർച്ചില് പറയണത് ഐബുവിന് 1 വയസ്സായി. ഇക്ക് എന്റെ ബർത്ത്ഡേ നാജുറ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഐബുവിന് 1 വയസ്സായത്. ഇക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേ കുറെ ആൾക്കാരെ വിളിച്ചിട്ട് അടിപൊളിയായിട്ട് ആഘോഷിക്കണം. നല്ല ആഗ്രഹം. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ബർത്ത്ഡേസ് ആനിവേഴ്സറീസ് ഒക്കെ ഭയങ്കര സ്പെഷ്യലാണ്. ഷാമേക്കാട് വീടിന്റെ അവിടെ ഒരു ഗസബോ റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് ഗസബോ ഹെറിറ്റേജ് ഉണ്ട്. കല്യാണം അതൊക്കെ നടത്തുന്ന പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ഏരിയയിൽ നമ്മള് ലോട്ട് ചെയ്തിട്ട് ആൾക്കാരെ ചിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരും ഷാമേക്കാട് വീട്ടിൽ നിന്ന് ആൾക്കാരും എല്ലാവരും കൂടി ആയിട്ട് പരിപാടിയൊക്കെ നടത്തി. പരിപാടി അടിപൊളി. നമ്മൾ വിചാരിച്ച പോലെ ഐബോന് ഡൈനോസിന്റെ ഡ്രസ്സൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് അന്ന് രാവിലെ കിട്ടി. അതുവരെ കിട്ടുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ അതൊക്കെ കിട്ടി. ഞാൻ ഷാമയൊക്കെ പ്ലാൻ ചെയ്ത് വരുമ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാം അടിപൊളിയായിരുന്നു. വീട്ടുകാരൊക്കെ വന്ന് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഇക്കൊല്ലത്തെ ഏറ്റവും എൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള സംഭവം ഉണ്ടായത്. എൻ്റെ ഫോണ് മിസ്സായി. എന്ന് പറഞ്ഞാൽ എൻ്റെ ഐഫോണ് മിസ്സായി. എൻ്റെ ഐഫോൺ മിസ്സായി. നമ്മൾ ബർത്ത്ഡേക്ക് പോണ സമയത്ത് ഞാൻ വേഗം ഒരു വൈകിട്ട് പരിപാടി ഞാൻ ഫോൺ എടുത്തിട്ടില്ല. നമുക്കറിയാലോ ബർത്ത്ഡേ ഒക്കെ നമുക്ക് പരിപാടി ഉണ്ടോ, തിരക്കുണ്ടോ, ഒരുക്കങ്ങളുണ്ടോ. അപ്പൊ ഞാൻ ഫോൺ വീട്ടിൽ വെച്ചിട്ട് അവിടെ തന്നെ വെച്ചാൽ മതി. ഒരു ആവശ്യമൊന്നുമില്ല. ഷാമക്കടെ അനിയത്തോട് പറഞ്ഞ് അയ്യോ ഫോണ് വീട്ടിൽ വെച്ച് മറന്ന് നിങ്ങൾ വരുമ്പോൾ എടുത്തിട്ട് വായോ പറഞ്ഞു. അതിന്റെ ഒരു ആവശ്യമൊന്നുമില്ല. അവിടെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഈ മറ്റേ ഡെക്കറേറ്റഡ് ആൾക്കാരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് പൈസ കൊടുക്കണല്ലോ. അപ്പൊ അവരെ കഴിയാറൊക്കെ വിളിച്ചിട്ട് പ്രോപ്സ് ഒക്കെ എടുത്തോണ്ടാവും. ആ സമയത്ത് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അവർക്ക് വിളിക്കാൻ വേണ്ടി റീമാട് എന്റെ ഫോൺ എടുത്തിട്ട് വായോ പറഞ്ഞു. ഫോൺ എടുക്കാണ്ട് റീമ പോയപ്പോ ബാഗ് കൊടുക്കണ മിസ്സായിക്ക്. എന്റെ ഫോണും അവളും ഫോണും പിന്നെ വേറെ ഒന്നുമില്ല. പൈസ കാര്യം ലിപ്സ്റ്റിക് പടച്ചൂര് അവിടെ ഫുള്ള് തിരയാ. ഞങ്ങളെല്ലാവരും തിരയാ. ഫുള്ള് മൂട് പോയി. ഇത്ര നേരം സന്തോഷിച്ചതിനുള്ളത് മൊത്തം പോയ അവസ്ഥ പോലെ ഫുള്ള് തിര. ഇവര് വന്നിക്ക് എവിടെ അറിയാ. അവിടുത്തെ ആൾക്കാരൊക്കെ വിളിച്ചു അന്വേഷിച്ചു, എവിടെ ഇല്ല. അങ്ങനെ ഷാമയൊക്കെ എന്തൊക്കെ ചോദിച്ചപ്പോ എന്റെ ആപ്പിൾ ഐ ഡിക്ക് അറിയില്ല, എന്റെ മെയിലിന്റെ പാസ്വേഡ് അറിയില്ല. ആ സമയത്തേക്ക് ഒന്നും അറിയില്ല. ഒക്കെ ഒന്നുമില്ല.
കുറച്ചൊരു ഷാമ്യക്കൊക്കെ ഒരു ദേഷ്യവേലുണ്ട്. ഫോൺ പോയാലല്ലേ ഷാമ്യൊക്കെ കൂടുതൽ. ഈ ഫോൺ നമ്മളിത് പോയി നമുക്ക് ട്രാക്ക് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ഇൻഫോർമേഷൻ കൂടുതൽ. ഐഫോൺ പോയി നമുക്കറിയാലോ ട്രാക്ക് ചെയ്യാൻ സിമ്പിളാണ്. പക്ഷെ ഇന്റെ കയ്യിൽ അതിനുള്ള ട്രാക്കിൽ ഇൻഫോർമേഷൻ കൊടുത്താൽ അതിനാണ് ഷാമ്യൊക്കെ ഭയങ്കര ദേഷ്യം. കുറെ ചീത്ത പറഞ്ഞില്ലേ, ഭയങ്കര പ്രശ്നം. കാരണം ഇന്ത്യയിൽ ഒന്നുമില്ല. റീമാക്കും ഭയങ്കര സങ്കടമായി. ഞാൻ ആ സമയത്ത് എന്തൊക്കെയാ പറഞ്ഞ് നമ്മളെ ഫോൺ പോയ സമയത്ത് ഭയങ്കര ഇതൊക്കെ ആയി. ആരെ കുറ്റം കൊണ്ടല്ല, പോവാൻ വിധിച്ചിട്ട് പോയി. റീമയുടെ ലാപ്ടോപ്പിലുണ്ട്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇവർ ഷാമ്യൊക്കെ റീമയും രാജ്യം കൂടിയിട്ട് പോയി. അപ്പൊ മുള്ളൂർക്കാർ, നമ്മൾ തൃശ്ശൂർ മുള്ളൂർക്കാരുണ്ട് മനസ്സിലായി. ഫോൺ ട്രാക്ക് ചെയ്തു, റീമാടെ എന്തൊക്കെ വെച്ച് ട്രാക്ക് ചെയ്തു. അവിടെ വരെ പോയി. അവിടെ എത്തിയപ്പോഴത്തേനും എത്താറായപ്പോഴത്തേനും ആ സംഭവം പോയി. എന്താ ചോദിച്ചാൽ അവളെ ഫോണ് ചാർജ് ചെയ്തതിൽ ഓഫ് ആയി തോന്നി. എന്റെ ഫോണ് ഓൾറെഡി ഒന്നും കിട്ടില്ലല്ലോ. അങ്ങനെ മൊത്തം അവിടെ വെച്ച് പോയി. ഭയങ്കര സങ്കടമായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഷാമ്പൊക്കെ പറഞ്ഞു പോയത് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ അങ്ങനെയൊക്കെ പറിച്ചിട്ടൊക്കെ ആയി. ഇന്ന് രാത്രി മൊത്തം കഴിച്ചിട്ട് കാര്യം എന്റെ ഫോൺ എന്ന് പറയുന്നത് ഞാൻ അത്രയും എല്ലാവരും ചോദിച്ചാൽ ഞാൻ അത്രയും കെയർ എന്ന് പറഞ്ഞില്ല. 24 മണിക്കൂർ ചാർജ് വെച്ച് 3 കൊല്ലമായിട്ട് ഫോണിൽ 80 ഉണ്ട് ബാറ്ററി പെർസെന്റേജ്. 3 കൊല്ലമായിട്ടും അത്രയും ഞാൻ ചാർജൊക്കെ കുത്തി അത്രയും പൊന്നുപോലെ നോക്കിയത് ഫോണ്. അപ്പൊ കഥ ഭയങ്കര സങ്കടമൊക്കെ. പിറ്റേസ് എന്റെ ബർത്ത്ഡേ ആയിരുന്നു. എന്റെ ബർത്ത്ഡേ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു മൂടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി ചെറുതായിട്ട് നമ്മള് ആഘോഷിച്ച് നമ്മള് പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാരും കൂടിയിട്ട് എന്തായാലും ഇതുണ്ടായിരുന്നില്ല. കാരണം ഫോൺ പോയിട്ട് സങ്കടവും ഇതൊക്കെയുണ്ട്. എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അത് ഭയങ്കര ഒരു ട്രാജഡി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഷാമ്യൊക്കെ ഗൾഫിൽ പോയി. പിന്നെ നമ്മൾ കുറേയൊക്കെ മാക്സിമം പോലീസിൽ അറിയിച്ച കുറേയൊക്കെ നോക്കിയിട്ടാണ് അവരെ അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഷാമ്യൊക്കെ പോടാട്ടി പിന്നെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഞാനും ഷാമ്യൊക്കെ അയ്മൂന് വീട്ടിലാക്കിയിട്ട് തൃശ്ശൂർ വരെ പോയി. അയ്മ പ്രസവിച്ച ശേഷം ഞാൻ ഇത്ര ദൂരെ പോയിട്ടില്ല. തൃശ്ശൂർ വരെ പോയി കുറേ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ കഫേ എഡിറ്റിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങള് ഡ്രസ്സൊക്കെ എടുത്ത് എൻ്റെ ഒരു ഹാപ്പി ആക്കാൻ വേണ്ടി. കാരണം എനിക്ക് ആ ഒരു സാധനം മുമ്പ് ഇതിൽ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്ത് കുറെ 5-6 മണിക്കൂർ അയ്മൂനെ പ്രസവിച്ചതിന് ശേഷം വിട്ട് നന്നായിട്ടാണ്. അയ്മ കുഴപ്പമൊന്നുമില്ല. മാക്സിമം രാജ്യം മക്കളോട് അവരായിട്ട് ഇതാക്കി വലിയ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അങ്ങനെയൊക്കെ ആയിട്ട് മാർച്ചിൽ അങ്ങനത്തെ ഒരു ഇക്കൊല്ലം ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു മൂമെന്റ് ഉണ്ടായത് അതാണ്. ഇപ്പൊ ഇങ്ങനത്തെ കയ്യിലിരിക്കുമ്പോൾ വിചാരിക്കും ഫോൺ എങ്ങനെ കിട്ടിയത്. അത് ഞാൻ കഥ പറഞ്ഞുതരാം. ഫോൺ കിട്ടിയതിന്റെ വേറെ കഥ പിന്നെ പറഞ്ഞുതരാം. ഏപ്രിൽ അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ ഓർമ്മയിലും ഞാൻ നോക്കിയിട്ടും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും സംഭവങ്ങൾ അങ്ങനെ റീകളക്ട് ചെയ്യാൻ പോലും ഉണ്ടായിട്ടില്ല. പിന്നെ ഏപ്രിൽ ആയിട്ട് മെയില് ഷാമ്യൊക്കെ വീണ്ടും ഗൾഫിൽ നിന്ന് വന്ന് ഷാമ്യക്കയുടെ ആനുവൽ ലീവ് എഴുന്നിട്ട്. കാരണം കല്യാണം ഷാമ്യൊക്കെ ഒരാഴ്ചക്ക് വന്നത്, ബർത്ത്ഡേക്ക് ഷാമ്യൊക്കെ 4 ദിവസത്തിന് വന്നത്. മെയില് ഷാമ്യക്കയുടെ ആനുവൽ ലീവ് ഉണ്ട്. അപ്പൊ ഷാമ്യൊക്കെ വന്നിട്ട് ഞങ്ങള് മെയില് ഷാമ്യക്കയുടെ ഫ്രണ്ട്സിനായിട്ട് ഞങ്ങള് ടൂർ പോയി. അത് നല്ല രസമായിരുന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ഫാമിലിയൊക്കെ കൂടിയിട്ട് ഫസ്റ്റ് ടൈം ടൂർ പോയി. അങ്ങനെ ഞങ്ങൾ വയനാട് പോയി. നല്ല മൊമെന്റ്സിന് ഞങ്ങൾ ഫോട്ടോസ് ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആശിഷേട്ടൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അതിന് വേണ്ടി ഞങ്ങൾ വന്ദേ ഭാരതിൽ ആദ്യമായിട്ട് കയറി ഷൊർണൂർ ഞങ്ങൾ വന്ദേ ഭാരതിൽ പോയി പെട്ടെന്ന് എത്തിയിട്ട് അയ്പൂ നല്ല ഹാപ്പി. അയ്പൂ നല്ല ഇഷ്ടം. ഇവിടെ നോക്കി പിന്നെ എൻ്റെ മെയില് ഞങ്ങൾ ഉമ്മാടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട്, മാമന്മാരൊന്നുമില്ല, ഞങ്ങൾ വെറുതെ അവർക്ക് എന്തോ ലീവ് ഉണ്ട് ആ സമയത്ത്. അപ്പം ഇവർക്ക് എല്ലാവരും കൂടിയിട്ട് എങ്ങനെയൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഒരു ദിവസത്തിന് വണ്ടി പോലെ മൂന്നാർ രാവിലെ പോയിട്ട് വാഗമണ്ണ തോന്നുന്നുണ്ട്. വാഗമണ്ണ് വണ്ടി ട്രിപ്പ് പോലെ നമ്മള് ടെമ്പോ ട്രാവലിൽ രാജ്യമായിട്ട് അന്നൊരു വലിയ ആളായിട്ടുണ്ടത്. ഉപ്പാക്ക് വരാൻ പറ്റില്ല, മാമന്മാരൊന്നുമില്ല. അന്ന് ആദ്യമായിട്ട് അങ്ങനത്തെ ട്രിപ്പ് പോണ്. വണ്ടി ട്രിപ്പ് പോലെ വാഗമണ്ണി പോയിട്ട് എല്ലാവരും കൂടിയിട്ട് പോയി വന്ന്. പിന്നെ ജൂണിലിരുന്ന് മെയ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് പോയത്. അത് ഞാൻ പറഞ്ഞു ഇക്കൊല്ലം കുറേ ട്രിപ്പ് പോയിട്ടുണ്ട്. ഫ്രണ്ട്സിനായി ട്രിപ്പ് പോയിട്ടുണ്ട്, പിന്നെ ഉമ്മയുടെ വീട്ടിൽ നിന്ന്. പക്ഷെ ഇന്റർനാഷണൽ മലേഷ്യ പോയി. ഫാമിലി മൊത്തം, ഷാമ്യക്കയുടെ ഫാമിലി മൊത്തം എന്ന് പറയുമ്പോൾ ഷാമ്യക്ക, ഉമ്മ, ഉപ്പ, റീമ, ദീമ,
ഷെയ്മ പിന്നെ ലണ്ടനിലല്ലോ, ഇത്ത പിന്നെ ഉണ്ണി ചെറുതായോണ്ട് വന്നില്ല. പിന്നെ പാച്ചയാക്ക സൗദിയിലിരുന്ന് പാച്ചയാക്ക ഉണ്ടെന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ മാത്രമായിട്ട് പോയി. നല്ല രസമായിരുന്നു. ഒരു 4-5 ദിവസത്തെ ട്രിപ്പ് അടിച്ച് പൊളിച്ച് ലണ്ടനിൽ പോയിട്ടുണ്ട്, സോറി മലേഷ്യ പോയിട്ട് അതിന്റെ ഫോട്ടോസ് ഞാൻ ആഡ്. നല്ല ഒന്ന് മലേഷ്യയിൽ നിന്ന് റൂം എടുത്തിട്ട് നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ ലങ്കാവിന്റെ ഒരു ഐലാൻഡിൽ നിന്ന് അച്ഛാക്കും ഉമ്മാക്കും നമുക്കൊക്കെ നല്ല രസമായിരുന്നു. നമ്മള് ഒരു ഫ്ലാറ്റ് പോലെ 3 റൂമിൽ ഒരു ഫ്ലാറ്റ് പോലെ മൊത്തത്തിൽ ഒരു Airbnb അങ്ങനെ എടുക്കുകയും ചെയ്ത് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ജൂണിൽ പെരുന്നാള്. അപ്പൊ പെരുന്നാളിന് ഷാബിയക്കട അവിടെ നമ്മൾ പെരുന്നാൾ കൂടിയിട്ട് ഇത്തിയും ബാച്ചയൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഷെയ്മ ഒഴുകി ബാക്കി എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പെരുന്നാളായിരുന്നു. അപ്പൊ നമ്മൾ പെരുന്നാൾ കൂടിയിട്ട് പിന്നെ ഉച്ചക്ക് വേഗം എൻ്റെ വീട്ടിൽ പോയിട്ട്. കാരണം എന്താ വെച്ചാൽ ഷാബിയക്കട കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പെരുന്നാളിന് വീട്ടിൽ അതൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പെരുന്നാളായിട്ട് നമ്മൾ പോയി വീട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മളെല്ലാവരും കൂടി ബീച്ചിൽ പോയി. ജൂലൈ അങ്ങനെ നല്ല മൊമെന്റ്സ് ഉണ്ടായത്, ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഇല്ല, ജൂലൈയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല, അതാണ് എൻ്റെ ഓർമ്മയിൽ. പിന്നെ ഓഗസ്റ്റിൽ എന്ന് പറയുന്നത് ഞങ്ങള് ഷാബിയക്കട അവിടെ കുറേ കല്യാണങ്ങൾ ഉണ്ടായത്, കുറെ കല്യാണം. അതിന്റെ ഫസ്റ്റ് കസിന്റെ കല്യാണം, അതാണ് നമ്മൾ അടിച്ചു പൊളിച്ചിട്ട് സോനുവിന്റെ നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഞാനും റീമാക്ക് കൂടി ഞാൻ ഡാൻസിന്റെ ബിറ്റ്സ് ഇതിലിപ്പോ കയ്യിൽ റീമാഡ് ചോദിച്ചിട്ട് അതിൻ്റെക്ക് ജസ്റ്റ് ആഡ് ചെയ്യട്ടാ. ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നല്ല രസമാണ്. ഇന്റെ ഡാൻസ് അവരൊക്കെ ഭയങ്കര റീമക്കാരും ഇവരൊക്കെ എന്തോ ഡാൻസ്. ഓഗസ്റ്റിലാണ് ഞാന് വീണ്ടും യൂട്യൂബ് നമ്മൾ ഈ യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്തത്. അത് എൻ്റെ ജീവിതത്തിൽ വീണ്ടും ഒരു അടിപൊളി മൊമെന്റ് ആണ്. കാരണം എനിക്ക് തോന്നിയ ഓഗസ്റ്റിൽ റീസ്റ്റാർട്ട് ചെയ്ത് തോന്നി മുമ്പ് റീസ്റ്റാർട്ട് ചെയ്താൽ മതിയായിരുന്നു. കാരണം തുടങ്ങിയ സമയത്ത് അധികം വ്യൂസ് ഒന്നുമില്ല, ഭയങ്കര വീഡിയോസ് ഒക്കെ എടുത്ത് ഓരോ ചെയ്യുമ്പോൾ ഒക്കെ എന്താ പറയാ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ വ്യൂസ് ഇല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തേലും തിരിച്ച് വ്യൂസ് ഒക്കെ വരും ഞാൻ വിചാരിക്കണം. പണ്ടത്തെ പോലെ വീണ്ടും വ്യൂസ് ഒക്കെ വന്ന് ചാനൽ ക്ലിക്കാന്ന് വിചാരിക്കും. പിന്നെ സെപ്റ്റംബറിൽ ഓണം ഉണ്ടായിരുന്നു. ഓണത്തിന് നല്ല രസമായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഓണത്തിന്റെ വീട്ടിൽ. കാരണം 2-3 കൊല്ലമൊക്കെ ഷാമേക്കാട് ഉമ്മാടെ വീട്ടിലെ ആൾക്കാരൊക്കെ വന്നിട്ട് അവിടെ ഇരുന്ന്. അപ്പൊ എനിക്ക് ഇവിടെ ആഘോഷിക്കാൻ പറ്റില്ല. ഇപ്രാവശ്യം ഓണത്തിന് ഞാൻ ഇവിടെ, കാരണം എല്ലാവരും ഉണ്ടായിരുന്നിട്ട് നല്ല രസമായിരുന്നു. ഓണത്തിന്റെ ഓണം വീഡിയോ കണ്ട് മനസ്സിലാവും. എല്ലാവരും കൂടിയിട്ട് ഒരു ഫാമിലി ഗാദറിംഗ് പോലെ ഉണ്ടായി. വടവലിൽ ഉറിയടിയും കസാരക്കളിയും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. യൂനു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് യൂനുവിനായിട്ട് കുറച്ചൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഇവരൊക്കെ ഇടയ്ക്കൊക്കെ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർ. അപ്പൊ നമുക്ക് മാക്സിമം ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ വലിയ കാര്യമില്ല. നമ്മൾ സെപ്റ്റംബറിൽ അടുത്ത എൻ്റെ മാമന്മാരുമായിട്ട് നമ്മൾ ബാംഗ്ലൂർ ട്രിപ്പ് പോയിട്ട്. കാരണം അന്നും അജുവിൻ്റെ അനിയത്തി അന്നും ഷെറിലും ബാംഗ്ലൂർ സെറ്റിൽ ചെയ്താ. അപ്പൊ നമ്മൾ ബാംഗ്ലൂർ ട്രിപ്പ് പോയി. അത് നല്ല രസം നിന്നിട്ട് 2 ദിവസം നമ്മൾ മാക്സിമം അടിച്ച് പൊളിച്ച്. ഒക്ടോബറിൽ എന്താ ഹാപ്പി ആയിട്ടുള്ള കാര്യം ദില്ലു പ്രസവിച്ച്. ഞാൻ ഗൾഫിൽ വരാനായിട്ട് മുമ്പ് ഞാൻ ഷാബിയക്കട പറഞ്ഞു ദില്ലു പ്രസവിച്ച് ദില്ലുവിന്റെ കുട്ടിനെ കണ്ടിട്ട് ഞാൻ ഗൾഫിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദില്ലു പ്രസവിച്ച് മാഷാഅല്ലാഹ് ആൺകുട്ടി. അപ്പൊ നല്ല ഹാപ്പിയാണ്. ഞാൻ ദില്ലു പ്രസവിക്കണേ തലേസാണ് പോയി നിന്ന് ഹോസ്പിറ്റലിൽ പ്രസവിച്ചിട്ട് കണ്ണൂർ പോയിട്ട് അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഒക്ടോബർ ലാസ്റ്റേക്ക് ഞാൻ ഗൾഫിലേക്ക് വന്ന്. അതൊരു ഹാപ്പി സാഡ് മൊമെന്റ്. സാഡ് എന്ന് പറയുന്നത് അവിടെ ഇത്ര കാലം നിന്നിട്ട് വരുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഹാപ്പി എന്ന് പറഞ്ഞ ഷാബിയക്കടെ കൂടെ നമ്മൾ കുറെ ആയിട്ട് 1 മാസം 1 ആഴ്ച 2 ആഴ്ച അങ്ങനെയൊക്കെ നിന്നിട്ടുള്ളൂ. ഇന്നിപ്പോ നമ്മൾ കുറെ ഒരുമിച്ചിട്ടാവുമല്ലോ. അയ്യൂരായാലും ഒരു ഷാബിയൊക്കെ ആയിട്ട് ഒരു മൊമെന്റ് കിട്ടൂല. അങ്ങനെ ഞങ്ങൾ ഗൾഫിലേക്ക് വന്ന് പിന്നെ ഇവിടെ വന്നിട്ട് ചേച്ചു ഷാരൊക്കെ ഉണ്ട്. നേരത്തെ സമയത്ത് ഞങ്ങൾ കുറെ കറങ്ങാൻ പോയി. പിന്നെ അവിടെ നാട്ടിൽ പോയി. പിന്നെ അമ്മികാക്ക് ഉണ്ട് ഇവിടെ. പിന്നെ നമ്മൾ ഓരോ ആഴ്ച കറങ്ങാൻ പോകും. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ ഫാമിലി ലൈഫ് റീസ്റ്റാർട്ട് ചെയ്ത്. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോ ഒരു കുടുംബിനായ പോലെയൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഇത്ര കാലം അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഒരു കുടുംബിനായിട്ട് ഇങ്ങനെ ലൈഫൊക്കെ ആയിട്ട് ഇങ്ങനെ പോണായി പോലൊക്കെ ആയിട്ട് അവനേക്കാളും വലിയ ചെരുപ്പ്
ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടല്ലോ വന്ന സമയത്ത്. കാരണം പറയാച്ചെങ്കിൽ നാട്ടിൽ ഞാൻ പ്രസവിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഞാൻ നാട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചത് ഒരു കാര്യം ഈ കൈപോണി നോക്കാൻ പറ്റുന്നില്ല. കാരണം കുട്ടികളെ നോക്കിയിട്ട് പരിചയമില്ല. ഒരു ചെറുതാകുമ്പോൾ എടുക്കണ കുട്ടി. അപ്പൊ അങ്ങനെ പിന്നെ കായ്പണ്ടി കുറച്ച് എടുത്തിട്ടുണ്ട്. എന്തായാലും നോക്കിയിട്ട് അങ്ങനെയില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കണക്കിന് അത് നടന്നു. പിന്നെ രണ്ടാമത് വിചാരിച്ച് ആയപ്പോ ഭയങ്കര അറ്റാച്ചഡാ ഉമ്മാനെ രാജിനി പിന്നെ അവിടെ ആർച്ചാനെ ഏറിയപ്പോ എല്ലാവരും. അപ്പൊ നമ്മൾ വിചാരിച്ചു കുറച്ചാൾ നാട്ടിൽ നിൽക്കാച്ചെങ്കിൽ ഇപ്പൊ നമ്മൾ നാട്ടിൽ നിന്നിട്ട് വന്നപ്പോ അവർക്ക് എല്ലാരും അറിഞ്ഞിട്ടാ വന്നിക്കണ്. ആരാ മാമേതാ ഉമ്മേതാ ഉമ്മച്ചേതാ അച്ഛേതാ മറ്റോരേതാ മറ്റോരേ സജിമേതാ എല്ലാരും ഏതായാലും അറിഞ്ഞിട്ട് വരുമ്പോ അവന്റെ ഒരിക്കലും മറക്കില്ല. മറ്റേത് അവരെ കൊണ്ടുവരുമ്പോ അവർക്ക് അവരായിട്ടുള്ള ഒരു മൂമെന്റ്സ് ഉണ്ടാവില്ല. വീഡിയോ കോൾ കാണുമ്പോ ഇടയ്ക്ക് നോക്കുക അത്രയല്ലോ. ഇത് നല്ല രസം. അവർക്ക് എന്റെ ഫാമിലിയായിട്ട് ഷാമിയാക്കിന്റെ ഫാമിലിയായിട്ട് നല്ല മൂമെന്റ്സ് ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. എല്ലാ മൈൽസ്റ്റോണും അവർക്ക് കാണാൻ പറ്റി. അവരായിട്ട് നല്ല ബോണ്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റി. നല്ല ഹാപ്പി ആയിട്ട്. കാരണം നമ്മളെ നോക്കിയ പാരന്റ്സിന് നമ്മളെ കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളെക്കാട്ടി സ്പെഷ്യൽ ആവും. പൈസ ദൂരം അവർക്ക് കുട്ടികൾ പറയുമ്പോൾ. അപ്പൊ അയബൂനെ അവർക്ക് മാക്സിമം അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞ സജി ബേബിക്കായാലും ബേബികൾക്കായാലും ഒക്കെ നല്ല അവരായിട്ടൊക്കെ അയബൂന് ഭയങ്കര ഹാപ്പി മൂമെന്റ് നല്ലപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടാണ്. നല്ല ഹാപ്പി ഉണ്ട്. ഈ വീട്ടിൽ പോയി നോക്കാറുണ്ടല്ലോ സജി ബേബി ഉമ്മയുടെ മെയിനായിട്ട് രാജ്യമൊക്കെ മെയിനായിട്ട് നോക്കുക. അപ്പൊ പിന്നെ അങ്ങനെ അവര് പാമ്പറതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടെ വന്നിട്ട് അയബൂൻ നോക്കലും വീട്ടുകാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ നല്ലപോലെ കോപ്പായിട്ട് എല്ലാം കൊണ്ടും അങ്ങനെ ഇക്കൊല്ലം ഭയങ്കര നല്ല മൂമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല മൂമെന്റ്സ് നല്ല ഹാപ്പി മൂമെന്റ്സ്. കുറെ ട്രിപ്പ് പോകാൻ പറ്റി നല്ല ഹാപ്പി ആയിരുന്നു. അതിനിടയ്ക്ക് ഫോൺ പോയതൊരു സാഡ് മൂമെന്റ് ആയിരുന്നു. അപ്പൊ ഇത്ര ഉള്ളൂ. അപ്പൊ ഇനി 2025 ഞാൻ കൊണ്ടുപോകാൻ വിചാരിക്കാത്ത കാര്യങ്ങളും ഇനി ഇമ്പ്രൂവ് ചെയ്യണ കാര്യങ്ങളെന്ന് വെച്ചാൽ 2025 ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്ത കാര്യം എനിക്ക് ഭയങ്കര ദേഷ്യം കൂടുതലാണ്. അയബൂനെ പ്രസവിച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് ദേഷ്യം കൂടിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ അറിയില്ല. എല്ലാവരോടും ഭയങ്കര ദേഷ്യം പിടിക്കുന്നുണ്ട്. ഞാനെല്ലാണ്ടായി മാറിയപ്പോൾ ഞാൻ ഇങ്ങനെ നേരിട്ടില്ല. ഞാൻ അങ്ങനെ ദേഷ്യം പിടിച്ചത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇപ്പൊ ഭയങ്കര ദേഷ്യം കൂടുതൽ ഭയങ്കര പിടിവാശി കൂടുതലൊക്കെ ആയിട്ട് പോലെ തോന്നുന്നുണ്ട്. അതിപ്പോ 2025 ആവുമ്പോ അത് കുറക്കാൻ ഞാൻ ഉദ്ദേശിക്കണത് കൊണ്ടുപോകണ്ട. ഇങ്ങനെ പണ്ടത്തെ ജാസിയെ മതി. ദേഷ്യമില്ലാത്ത നല്ല പൂർത്തി തെറിച്ചുള്ള അങ്ങനത്തെ ജാസീനെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അയബൂനായിട്ട് ഒന്നും കൂടി അയബൂനായിട്ട് നല്ലപോലെ ആവും. ഞാൻ അയബൂനെ ഇടയ്ക്കൊക്കെ ചീത്ത പറയാറൊക്കെ ഉണ്ട്. അതൊക്കെ അത് ചീത്തൊക്കെ കുറച്ചിട്ട് ഒന്നുകൂടി നല്ലപോലെ എൻ്റെ കുട്ടീനെ പേപ്പറിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കണ്ടേ. പിന്നെ നല്ലപോലെ നല്ല ഫാമിലി മൂമെന്റ്സ് ഒക്കെ ആയിട്ട് ഷാബിയാക്കാനൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് വീട്ടുകാരൊക്കെ ആയിട്ട് മാക്സിമം നാട്ടിൽ പോകണം. എല്ലാവരും ഹാപ്പി ആവണം. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ. പിന്നെ അത്യാവശ്യം വേറെ ഒന്നുമില്ല. കുറച്ചും കൂടി ക്ലീനിങ് എനിക്ക് നല്ല കുറവാണ്. കുക്കിങ് നന്നായിട്ടാണ്. ക്ലീനിങ്ങിൽ കുറച്ച് ബാക്കിയൊക്കെ ഞാൻ. അപ്പൊ ക്ലീനിങ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ 2025 മോണിറ്റൈസേഷൻ ആക്കി എടുക്കണമെന്നുണ്ട്. അതെൻ്റെ ഒരു ഏറ്റവും വലിയ എയിമാണ്. എത്രയും പെട്ടെന്ന് 2-3 മാസത്തിനുള്ളിൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ പരമാവധി വീഡിയോസ് ഇടും. നിങ്ങൾ പരമാവധി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. ഇല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആവാൻ പറ്റില്ല. വെറുതെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാൻ. സീ യു.